നമ്മൾ ഇവിടെ ചെടികൾക്ക് കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, അതുപോലെ കൊക്കോപീറ്റ്, സ്യൂഡോമോണസ്, കുമ്മായി ഇത്ര ഇട്ട് മിക്സ് ചെയ്ത് മണ്ണ് എപ്പോഴും നമ്മൾ ഒരു 2 ആഴ്ചത്തെ സമയം കൊടുക്കും. അത് മിക്സായിട്ട് നമ്മൾ എപ്പോഴും ഇവിടെ മണ്ണുണ്ടാവും. അപ്പോൾ ആ മണ്ണാണ് നമ്മളൊരു 15 ഡേയ്സ് കൂടുമ്പോൾ റീഫില്ല് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഒരിക്കലും ചാണകം നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കില്ല ചെടികൾക്ക്. ഒരു ചെടികൾക്ക് നമ്മളിടില്ല. പിന്നെ അത് കൂടാതെ നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ ഗോമൂത്രം ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ചാണകം ഇടുമ്പോൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ ചെടികൾക്കത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയാണ് ഞാനീ പറയുന്നത്. ഇത് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും, കട ഇളക്കി കൊടുക്കും. ചെടികൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടായിരിക്കും ഈ മണ്ണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ എല്ലാ ചെടികൾക്കും കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ചെടികൾ ആരോഗ്യത്തിലും നല്ല ഭംഗിയിലും ഒക്കെ കരുത്തിൽ നിൽക്കുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ വളം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ വളർച്ചയെ അത് ബാധിച്ച് ശോഷിച്ചായിരിക്കും ചെടികൾ നിൽക്കുന്നത്. പിന്നെ അതിന് വെള്ളം ആവശ്യമുള്ളൂ. ഇപ്പോൾ വേനൽ തുടങ്ങി വരുന്ന സമയത്തോടുകൂടി നല്ലപോലെ വെള്ളം വേണ്ടി വരും. 2 നേരം ചെടികൾ നനയ്ക്കേണ്ടത് ആവശ്യമുണ്ട്. ഞങ്ങളിവിടെ 2 നേരം ഇപ്പം ഞങ്ങൾ നനയ്ക്കും. ആ വെള്ളം കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ വെയിൽ ആവശ്യമുള്ള ചെടികൾ മാത്രം വെയിലത്ത്, അല്ലാത്ത ചെടികൾക്ക് പാർഷ്യൽ സൺലൈറ്റ് മതിയെങ്കിൽ അത് നമ്മൾ അതനുസരിച്ച് അതിനെ ക്രമീകരിക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ വെയിൽ കൊണ്ടത് കരിഞ്ഞു പോകും. പിന്നെ മഴ സമയത്താണെങ്കിൽ നമ്മൾ മാറ്റി വെക്കേണ്ട ചെടികളെ അധികം വെള്ളം വേണ്ടാത്തവയെ മാറ്റി വെക്കണം. അങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു നമ്മുടെ ഭാഗത്തുനിന്നൊരു ഉത്തരവാദിത്വം. ഒരു 3 മാസത്തെ മഴ കണ്ടിന്യൂസ് കൊണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ അഴുകി പോകാൻ തുടങ്ങും. അപ്പോൾ അത് ക്രമീകരിക്കാറുണ്ട്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഈ ടൈം ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സമയം. അപ്പോൾ അത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതേസമയം മഴക്കാലത്ത് അധികം പൂക്കളുണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചവും പ്രകാശമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ എല്ലാ ചെടികളെയും ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഗാർഡൻ ഒന്ന് റീസ്ട്രക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ എപ്പോഴും ഒരു പുതുമ നമ്മുടെ ഗാർഡന് തോന്നും. പഴുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് കളയുക, ഡാമേജ് വന്നത് ക്ലിയർ ചെയ്യുക, റീഫില്ല് ചെയ്യുക, അങ്ങനെ അതുപോലെ ഇലകൾ വീട് കിടക്കുന്നത് ക്ലീൻ ചെയ്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാ സ്റ്റാൻഡിലും ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലകൾ താഴെ വീഴുമ്പോൾ നമുക്ക് ഈസി ഉണ്ട് ക്ലീൻ ചെയ്ത് കളയാൻ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല, ചട്ടി കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇഴജന്തുക്കളോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ഇല്ല നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ എപ്പോഴും ചട്ടികൾക്ക് നല്ല ഗ്യാപ്പുണ്ട്, സ്പേഷ്യസ് ആണ്. ഒന്നിനും അങ്ങനെ ഇരിക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒച്ചിൻ്റെ ശല്യമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും പ്രോപ്പർ ക്ലീനിങ്ങിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഒച്ചിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ല. ആദ്യം ഈ വെള്ളപ്പൊക്കം വന്ന സമയങ്ങളിൽ ഒച്ചിൻ്റെ ഡിസ്റ്റർബൻസ് നമ്മൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഡെറ്റോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും, ഡൈല്യൂട്ട് ചെയ്യാതെ ഡയറക്റ്റ്. അപ്പോൾ ഒച്ചൊക്കെ നമുക്കങ്ങനെ പോയി കിട്ടി. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ല. രാത്രി സമയങ്ങളിൽ ജസ്റ്റ് റോട്ടൺ ക്യാബേജ് ഇട്ടിട്ട് നമ്മൾ ആ റോട്ടൺ ക്യാബേജ് തിന്നാനായിട്ട് ഇവർ വരും. ഒച്ചിന് എല്ലാവരും ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാത്ത ആ കോൺസെൻട്രേഷനിൽ നമ്മൾ ആ ഡെറ്റോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അത് ക്ലിയർ ഔട്ട് ആയിക്കോളും. ഇതിൻ്റെ ഇലകൾക്ക് വരുന്ന അസുഖങ്ങൾ ഇപ്പോൾ ബിഗോണിയക്കാണെങ്കിൽ ഫംഗൽ അറ്റാക്ക് വരാറുണ്ട്. ഫംഗസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാഫ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫംഗസ് വരുന്നത് അപ്പോഴേ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് ലീഫ് മാറ്റിയാൽ നമുക്ക് മറ്റു ചെടികളിലേക്ക് പകരില്ല. വല്ലാണ്ട് പടർന്നു കഴിയുമ്പോഴാണ്. പിന്നെ മീലി ബഗ്സ് ചില വെറൈറ്റികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക. മീലി ബഗ്സ് വരുന്ന പ്ലാന്റ് ആണെങ്കിൽ എപ്പോഴും ഒന്ന് ലീഫൊക്കെ ഒന്ന് തിരിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്ത് കളഞ്ഞാൽ സ്പ്രെഡ് ആവില്ല. ഇത്തിരി ആവുകയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് സാഫ് അടിച്ചു കൊടുക്കുക. ഏകദേശം എത്ര സമയം എടുക്കും സെയിലിനൊക്കെ? എങ്ങനെ അത് ഡിപ്പെൻസ്. ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് എൻക്വയറി കൂടുതലായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, ഒരു ചെടി നമ്മൾ വളർത്തി വലുതാക്കി എത്ര സമയം കൊണ്ടാണ് സെയിൽ ചെയ്യുക? അത് പല സൈസിൽ ചോദിക്കുന്നവരുണ്ട്. ചെറിയ സൈസ് ചോദിക്കുന്നവരുണ്ട്. ജിഫി ബാഗ്സ് ഓൺലൈൻ കൂടുതലും ജിഫിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ചെറിയ റേറ്റിന് വേണ്ടുന്നവർക്ക് നമ്മൾ ജിഫി സെറ്റ് ചെയ്ത് കൊടുക്കും. കുറച്ചും കൂടി ഹെൽത്തി ആൻഡ് ബിഗ് പ്ലാന്റ്സ് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വലിയ പോട്ടുകളിലും കവറുകളിലും. ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ലീഫ് കണ്ടമാനം ചെടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ആ ചെടി പിന്നെ സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ലീഫുകൾ മാത്രമേ, ഇപ്പം ഇതുപോലെ ഡാമേജ് ആയിട്ട് നിൽക്കുന്ന ലീവ്സൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് പ്രൊപ്പഗേഷന് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പുതിയത് ഫ്രഷായിട്ട് നിൽക്കുന്ന ഒന്നും നമ്മൾ ചെടികളിൽ നിന്ന് അങ്ങനെ അടർത്തി കളയില്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ ബിഗോണിസ് ബുഷിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയ ലീവ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ ഈ ലീഫൊക്കെ ആണെങ്കിൽ നമുക്ക് 2, 3, 4 തൈകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഓരോ ഞരമ്പിൽ നിന്നും നമുക്ക് ചെടികൾ പൊട്ടും. അപ്പം അങ്ങനെയുള്ളതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലേ? അതെ. അതല്ലാതെ നമ്മൾ ചെടികളെ വല്ലാണ്ട് ഇങ്ങനെ
നശിപ്പിച്ചിട്ട് നമ്മളിവിടെ ഒരിക്കലും പ്രൊപ്പഗേഷൻ ചെയ്യില്ല. അതിൻ്റെ ഭംഗി നിലനിർത്തും. നമ്മൾ പ്രൊപ്പഗേഷനും ഗ്രാജുവലി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതെ, നമ്മുടെ ഇഷ്ടങ്ങളാണ് നമുക്കത് എന്താ പറയുക, ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ടും ഇൻകം ആയിട്ടൊക്കെ മാറിയത്. നമുക്ക് ഇതിനോടൊരു ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. ചെടികളോടുള്ള ഇഷ്ടമാണ് അതൊരു ബിസിനസ്സായിട്ട് മാറാൻ കാരണമായത്. ആക്ച്വലി ഇത് നമ്മുടെ തൈകളാണ്. നമ്മുടെ മദർ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത് തൈകൾ. അപ്പോൾ ഇത് നമ്മൾ ജിഫിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യുകയെന്ന് വെച്ചാൽ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം. നമുക്ക് നേരിട്ട് ലീഫ് കുത്താം. അതല്ല നമുക്ക് പെട്ടെന്ന് പ്ലാന്റുകൾ വേണം എന്നുണ്ടെങ്കിൽ ഇത് ജിഫി ബാഗ്സ് ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെയും സെയിൽ ചെയ്യുന്നുണ്ട്. ബിഗോണി വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന 50 mm ജിഫി. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തതാണിത്. അല്ല, ഇത് ഓൾറെഡി ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. അതെ, ഇങ്ങനെ സെറ്റ് നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വീർത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലാണ് ഞാൻ ജിഫി കൂടുതലും ചെയ്യുന്ന പ്രൊപ്പഗേഷൻ. നമുക്ക് ലീഫ് വേണമെങ്കിൽ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമുക്കിത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്റ്റെംസ് നമ്മുടെ മദർ പ്ലാന്റ്സിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. ഷാർപ്പ് ഒരു നൈഫ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നേരിട്ട് നമുക്ക് ഈ ജിഫി പൗച്ചിലേക്ക് വെച്ച് പിടിപ്പിക്കാം. 2 വീക്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വേരുകൾ പിടിച്ച് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. മറ്റതുപോലെ മണ്ണ് ആവശ്യമില്ല ഇതിൽ. ജസ്റ്റ് ഇതിന് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെങ്ങനെ ഇറക്കി വെച്ചാൽ മതി. കണ്ടോ? അതിനുശേഷം ഇവരൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവരെ നമ്മൾ ട്രേയിലേക്ക് വെക്കുക. ഇവർ നോർമൽ ഞാൻ മറ്റു ചെടികൾ നനയ്ക്കുന്ന അതേ ഇതിൽ തന്നെയാണ് നനയ്ക്കുന്നത്. അതെ, അങ്ങനെ പിടിപ്പിച്ചെടുത്ത തൈകളാണ് ഇതെല്ലാം. കണ്ടോ? ഇവർ കാണുമ്പോൾ അറിയാം. കണ്ടോ, ഇവർ വേരുകൾ വന്നു തുടങ്ങി. കണ്ടോ? ഇത് നമ്മൾ സെയിലിന് പാകമായ പ്ലാന്റുകളാണ്. ഇതെല്ലാം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ലീഫ് തന്നെ കുത്തിയാലും ഇതുപോലെ തൈകൾ, ഇതൊക്കെ ലീഫ് കുത്തി ചെറിയ തൈകൾ വന്നിരിക്കുന്നതാണ്. ലീഫ് കുത്തുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. നമ്മൾ ഇങ്ങനെ എത്തുകൾ പിരിച്ചു വയ്ക്കുവാണെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അതിൻ്റെ പേട്ടാ. താങ്ക് യു.